നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 550. ഓം ഗം ഗണപതയേ നമ. ഓം സംസരസ്വത്തേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ ലീലാഖണ്ഡത്തിൽ 40-ാം സർഗം കർഷകന്മാരുടെ ആഹ്ലാദം, ഭഗവാന്റെ ഭക്തവാത്സല്യം. അപ്പോൾ 39-ാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 34 പറയുണ്ടായി. എന്താ? പൂപ്പുഞ്ചിരി കൊഞ്ചൽ പൊഴിക്കും ഉണ്ണിക്കിടാവിനെ പൂണ്ടു വിളങ്ങി നിന്നാൾ യശോദ അന്ന് ഉച്ചയിലും പ്രശാന്തവാർത്തിങ്കൾ പൂണും പുതുസന്ധ്യ പോലെ. അതായത് ഈ വെളുത്തവാവൻ ദിവസം സന്ധ്യാസമയത്ത് ചന്ദ്രൻ അറ്റിറ്റ്സ് എന്താണെന്ന് പറയുക, ഫുൾനെസ് എങ്ങനെ വരും, അതേപോലെ ഉച്ചയ്ക്ക് യശോദമ്മ കൊച്ചിനെ എടുത്തിട്ടാണ് ഇപ്പോൾ യശോദമ്മയുടെ മുഖത്തുള്ള ആ ഒരു സൗകുമാര്യത്തിനാണ് കവി വർണ്ണിച്ചത്. ഇനി നമ്മൾക്ക് ഈ കർഷകന്മാരുടെ ആഹ്ലാദം, ഭഗവാന്റെ ഭക്തവാത്സല്യം, അതിലെ 1-ാമത്തെ ശ്ലോകം നോക്കുക. മരം പുഴങ്ങി വീണുള്ള കോലാഹലം അറിഞ്ഞുടൻ പലരും വന്നു ചൊല്ലുന്നു, 10000 ആണ്ടുകൾ മുമ്പുള്ള പുണ്യവൃക്ഷങ്ങൾ കാറ്റടിക്കാതെ എങ്ങനെ തനിയെ വീണത് ആശ്ചര്യം, ഇതെന്തോ ദുർനിമിത്തമാം. ഒരു 10 ആൾ കൂടിയാൽ 15 വിധം സംസാരിക്കും. അതിൽ പാഴ്വാക്കുകളുണ്ടാവും, നല്ല വാക്കുകളുണ്ടാവും. അപ്പം ഇവിടെ ഒരു കാര്യം പറയണ്ടായി. പലരും വന്നു ചൊല്ലുന്നു 10000 ആണ്ടുകൾ മുമ്പുള്ള പുണ്യവൃക്ഷങ്ങൾ. അപ്പോൾ പിന്നെ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ 19-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ ഒരു റെഫറൻസ് പറയാണ്. 19-ാമത്തെ ശ്ലോകത്തിൽ എഴുന്നേറ്റ് അരുളി ചെയ്താൻ അതിമഞ്ജുത മൃദുസ്മിതൻ ഇന്നു രാവിലെ എന്നച്ഛനില്ലാഞ്ഞിട്ടമ്മ ഇങ്ങനെ. അതല്ല 19 എന്ന് പറയുമ്പോൾ ഏത് സീരിയൽ നമ്പർ 19 എബോവ്. 19 എന്നുള്ളത് 29 അല്ല, 19 അല്ല. അപ്പോൾ അതിൽ ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 100 വർഷം മരുത്ത് മരങ്ങളായി തീരട്ടെ എന്നാണ് ശാപം നാരദരുടെ. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോഴേക്കും 10000 ആണ്ടുകൾ എന്ന് പറയണ്ടായി. അപ്പോൾ സാറില്ല, അത് നമുക്ക് അപ്പം തിന്നാൽ മതി, കുഴി എണ്ണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മുമ്പുള്ള പുണ്യവൃക്ഷങ്ങൾ കാറ്റടിക്കാതെ എങ്ങനെ തനിയെ വീണത് ആശ്ചര്യം, ഇതെന്തോ ദുർനിമിത്തമാം. ഒന്ന് ചിലവരെ വിളക്ക് വെപ്പതോ മറ്റോ വല്ല മട്ടും മുടങ്ങിയോ. നമ്മൾക്കുള്ളൊരു കൊട്ടാണത്. ഒരു വീട്ടിൽ കാലത്തും വൈകുന്നേരത്തും വിളക്ക് കാണിക്കണം. അത് മുടങ്ങിയാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് വേണം? ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് വിളക്കു വെപ്പതോ മറ്റോ വല്ല മട്ടും മുടങ്ങിയോ അറിവില എത്രയോ കാലം പണ്ടേ നടപ്പതാം ദൈവജ്ഞരെ കൊണ്ടു തന്നെ നോക്കിച്ചറിയണം ക്ഷണം. നല്ല വിദ്വാൻമാരെ കൊണ്ട് നമ്മുടെ ഗ്രാമത്തിന് പ്രശ്നമൊന്നുമില്ലാതെ കണ്ടിരിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യണം. ദൈവജ്ഞരെ കൊണ്ടു തന്നെ നോക്കിച്ചറിയണം ക്ഷണം. പ്രായച്ചിത്തം ചെയ്തിടേണം നടേണം പുതുതയ്യുകൾ. അതായത് മരങ്ങൾ അതൊരു ഗുണപാഠമാണ്. നമ്മുടെ ആവശ്യത്തിനോ പ്രകൃതിക്ഷോഭത്തിലോ കുറച്ച് മരങ്ങൾ നഷ്ടം വന്നാൽ അതിൻ്റെ ഇരട്ടി വെച്ച് പിടിപ്പിക്കണം നമ്മൾ. അപ്പോൾ പ്രായച്ചിത്തം ചെയ്തിടേണം നടേണം പുതുതയ്യുകൾ 90 നാഴികക്കുള്ളിൽ എന്നോതി കേട്ടതോർപ്പു ഞാൻ. 90 നാഴികക്കുള്ളിലെന്നോതി കേട്ടതോർപ്പു ഞാൻ. ആപത്തായി വരുമോ പേടിച്ചോതുന്നു പല വൃദ്ധരും. അതായത് 90 നാഴിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ദിവസം. 30 60 നാഴികയാണ് 24 മണിക്കൂർ.
അപ്പോൾ 1.5 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഈ മരങ്ങൾ വീണു, അതെന്താണെന്ന് അറിയില്ലല്ലോ, അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ് പറഞ്ഞത്. പുതുതൈകൾ വെച്ച് പിടിക്കണം. 90 നാഴികക്കുള്ളിൽ എന്നോതി കേട്ടതോർപ്പു ഞാൻ ആപത്തായി വരുമോ പേടിച്ച് ഓതുന്നു പല വൃദ്ധരും. വഴി പോം കർഷകന്മാർ കണ്ട് ആഹ്ലാദിച്ചുര ചെയ്യുകയാം ഈ ആണ്ടിൽ മരുതിൻ തോലിനെങ്ങും പോകേണ്ട നാമിനി. അതാണ് ഈ കർഷകന്മാരുടെ ആഹ്ലാദം. എന്താ, ഇത്രയും വലിയ 2 മരുത് മരങ്ങളിൽ നിന്ന് കിട്ടുന്ന തോല്, അതിൻ്റെ ബ്രാഞ്ചസ്, ഇലകൾ, വൃക്ഷത്തിൻ്റെ തൊലിയൊക്കെ പല കാര്യത്തിനും ഉപയോഗിക്കും. അതുകൊണ്ട് ഇക്കൊല്ലം നമ്മൾ ഈ മരുത് മരത്തിൻ്റെ തോലിന് വേറെ എങ്ങും പോകണ്ട. അതാണ് ഉള്ളതിൽ സന്തോഷിക്കലാണ് ഭാഗവതത്തിൻ്റെ ഇതിവൃത്തം തന്നെ. ഇല്ലാത്തതിനെ പറ്റി പരാതി പറയാൻ പാടില്ല. ഈ ആണ്ടിൽ മരുതിൻ തോലിനെങ്ങും പോകേണ്ട നാം ഇനി ഗോപിമാർ മാറി മാറി കൊണ്ടെടുത്തും മണിവർണ്ണനെ. യശോദയുടെ കയ്യിൽ നിന്ന് ഞാൻ ആ കുട്ടീനൊന്ന് എടുക്കട്ടെ, മതി നീ എടുത്തത് മതി, ഞാനൊന്ന് എടുക്കട്ടെ, നീ ഇത്ര നേരം എടുത്തില്ലേ. ഇങ്ങനെ വന്നവരൊക്കെ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ മാറി മാറി എടുത്ത് ചിരിപ്പിച്ചു ഉല്ലസിപ്പിച്ചും കൊണ്ടൊരു ഉത്സവമാം വിധം. അതായത് വലിയൊരു ആപത്തിൽ നിന്ന് നമ്മുടെ കുട്ടീനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവരതൊരു ഉത്സവമായിട്ട് കൊണ്ടാടി. ശ്ലോകം 8. യശോദയും രോഹിണിയും ഗോപന്മാരും കിടാങ്ങളും പരമാനന്ദമുൾത്തെങ്ങി അണഞ്ഞാർ നന്ദമന്ദിരം. നന്ദൻ്റെ വീട്ടിലേക്ക് എല്ലാവരും മടങ്ങിയെത്തി. അതാതാൾ വീട്ടിലേക്ക് ഓരോ ഗോപിയും കോമളാങ്കനെ കൊണ്ടുപോയൊരു ചെയ്യുന്നു പാലും വെണ്ണയും മേകിടാം. അപ്പോൾ ഒരു ആപത്തിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷിച്ചു. എന്താണ് പറയുക, സന്താപക്കടലിൽ നിന്ന് സന്തോഷക്കടലിലേക്ക്, അല്ലേ? അപ്പോൾ ഈ ഉണ്ണി മുഖാന്തരം എല്ലാ ഇതൊക്കെ ഉണ്ടായത്. എന്നാൽ ഉണ്ണി ഞങ്ങളുടെ ഒപ്പം വരൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ, പാലും വെണ്ണയും തരാം. നിൻ്റെ വീട്ടിൽ ഉണ്ണി ഒന്നുമില്ല, എന്നാൽ എൻ്റെ വീട്ടിലേക്ക് അയക്കേ, ഞാൻ കൊണ്ടുപോവാം. ഇങ്ങനെ മാറി മാറി അപ്പോൾ ആതാൾ വീട്ടിലേക്ക് ഓരോ ഗോപിയും കോമളാങ്കനെ കൊണ്ടുപോയി ഉര ചെയ്യുന്നു പാലും വെണ്ണയും മേകിടാം. കൽക്കണ്ടവും തരാമൊന്നു പാടു കുഞ്ഞേ, ഒരു പാട്ടു പാടു കുട്ടി, ഞങ്ങളുടെ മനസ്സൊന്ന് ഉല്ലസിക്കട്ടെ. തെളിഞ്ഞു നീ ഏട്ടനു പാടുവാനാവില്ല ഇത്രയും നല്ല ഭംഗിയിൽ. ബലരാമന് ഇത്ര നന്നായിട്ട് പാടാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടി ഉണ്ണി ഒരു പാട്ട് പാടൂ. നൃത്തം വയ്ക്കാനുമാവില്ല രാമനെ കൊണ്ടു തീർച്ചയാം ഉണ്ണിക്കണ്ണൻ തരികടതിത്തോം എന്ന് പറഞ്ഞ പാടും. അതേപോലെ കാലൊക്കെ വിന്യസിക്കും. അപ്പോൾ നൃത്തം വയ്ക്കാനുമാവില്ല രാമനെ കൊണ്ടു തീർച്ചയാം ഈ വണ്ണം മുര ചെയ്തിടൽ ഉത്സാഹം കൊണ്ടു കോമളൻ. അപ്പോൾ ഭഗവാനത് കേൾക്കേണ്ട താമസം ഏട്ടനെ ഒന്ന് ഇരുത്തിക്കളയാം, പാട്ടുപാടുകയായി നൃത്തം ചെയ്യുകയായി. അതിനിടയ്ക്ക് അരികിൽ വന്നണഞ്ഞു ചില ഗോപികൾ. അല്ല, ഒരു ശ്ലോകം വിട്ടു ഞാൻ. ഈ വണ്ണം മുര ചെയ്തിടൽ ഉത്സാഹവും പൂണ്ടു കോമളൻ തലയാട്ടിയും ഉണ്ണിക്കൈ കൊണ്ടു താളം പിടിച്ചുടൻ പൊന്നിൻ വളകിലുങ്ങിയുടെ പാടാൻ മെല്ലെ തുടങ്ങിയിടും. കേൾക്കേണ്ട താമസം പൊൻവളയിട്ട കൈകൊണ്ട് താളൊക്കെ പിടിച്ച് സ്വരശുദ്ധിയോടുകൂടി പാട്ടുപാടും. തലയാട്ടിയും ഉണ്ണിക്കൈ കൊണ്ടു താളം പിടിച്ചുടൻ പൊന്നിൻ വളകിലൊങ്ങിയുടെ പാടാൻ മെല്ലെ തുടങ്ങിയിടും. അതിനിടയ്ക്ക് അരികിൽ വന്നണഞ്ഞു ചില ഗോപികൾ ഇരുന്നു പാടുവാൻ ചൊല്ലിൽ ഇരിക്കും ഭക്തവത്സൽ. അല്ല, എന്തിനാ കുട്ടി ഇങ്ങനെ നിന്ന് പാടുകയാണ്, ഒന്ന് ഇരുന്ന് പാടൂ. അപ്പോൾ ചമ്പരം മണഞ്ഞിരുന്നിട്ട് താളൊക്കെ പിടിച്ചിട്ട് പാടും. അതിനിടയ്ക്ക് അരികിൽ വന്നണഞ്ഞു ചില ഗോപികൾ ഇരുന്നു പാടുവാൻ ചൊല്ലിൽ ഇരിക്കും ഭക്തവത്സലൻ. തളയും വളയും പൊൻകിങ്ങിണിയും കളകാഞ്ചിയും കിലുക്കി നൃത്തം ചെയ്തിടും ഇടയ്ക്കെല്ലാം മനോഹരൻ. വി ആർ ദി ബ്ലെസ്ഡ് ലോട്ട്. ഈ പ്രായത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഭഗവാന്റെ ലീലാവിനോദങ്ങൾ അവരവരുടെ മാതൃഭാഷയിൽ കേൾക്കുക, പാടുക, ഉര ചെയ്യാം. അപ്പോൾ പറഞ്ഞു, തളയും വളയും പൊൻകിങ്ങിണിയും കളകാഞ്ചിയും കിലുക്കി നൃത്തം ചെയ്തിടും ഇടയ്ക്കെല്ലാം മനോഹരൻ. പീഠവും പറയും മറ്റും എടുത്തൊട്ടൊട്ടു പൊക്കിയിടും. ഈ പാട്ടും ഡാൻസും ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റൂളൊക്കെ ഒന്ന് എടുത്ത് പൊക്കുക, എനിക്ക് ബലമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പീഠവും പറയും മറ്റും
എടുത്ത് ഒട്ടൊട്ടു പൊക്കിയിടും ചെരുപ്പ് പോലും പൊന്നോമൽ തൃക്കൈ വളയിലുങ്ങവേ കൊണ്ട കൊടുക്കും ഗോപാല പെൺകിടാങ്ങൾക്കുമെല്ലവേ. നന്നായിട്ട് മസ്ക് അടിക്കും. മസ്കാത് പറഞ്ഞതില്ലേ, പോൾസിനടിക്കാന്ന് പറയും. എന്താ, ഗോപ സ്ത്രീകളുടെ ചെരുപ്പൊക്കെ എടുത്തൊന്ന് തുടച്ച് കൊണ്ട കൊടുക്കത്രേ. എന്താ പോയോ, അതാ ചെരുപ്പ് എടുത്തോളൂ. ഇന്നത്തെ കുട്ടികൾ ചെയ്യില്ല. അപ്പം ഭഗവാൻ ലീലയാ വിനോദമാടുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കർത്തൃത്വ മനോഭാവമില്ല. ഞാനാണിതൊക്കെ ചെയ്യണതെന്നില്ല. എല്ലാവരും രസിപ്പിക്കുക, പ്രീതികരമായിട്ട് സന്തോഷിപ്പിക്കുക, സന്തോഷ കടലിൽ ആറാടിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. കൊണ്ടേ കൊടുക്കും ഗോപാല പെൺകിടാങ്ങൾക്കുമെല്ലവേ അനേക കോടി ബ്രഹ്മാണ്ടം കാത്തുപോരും മഹാപ്രഭു. ഈ ഭഗവാൻ ആരാ? ഈ ഒരു മിൽക്കി വല പറയണ്ടേ, അനേക കോടി ബ്രഹ്മാണ്ടം കാത്തുപോരും മഹാപ്രഭു. ഭഗവാന്റെ ശരീരത്തിൽ എത്ര രോമകൂപങ്ങളുണ്ട്, അത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാണ്. നമുക്കറിയില്ല. ചിലപ്പോൾ ഒന്നും ആകാതുള്ളവൻ പോലെ നടിച്ചിടും. ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, എനിക്ക് പാടാൻ അറിയില്ല, എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല, എനിക്ക് പീടൊന്നും പൊക്കാൻ പറ്റില്ല എന്നൊക്കെ നടിക്കും മൂപ്പർ. ചിലപ്പോൾ ഒന്നും ആകാതുള്ളവൻ പോലെ നടിച്ചിടും. ഇടയ്ക്കു തൃക്കൈ പൊങ്ങിച്ചു കാട്ടും വീരപരാക്രമം. കരുണാമൂർത്തി ഈ വണ്ണം വിളങ്ങി വിശ്വഭാവനൻ. ഭഗവാൻ വിശ്വഭാവനൻ. അപ്പോൾ ഇവിടെ 118 ആയ ഇവിടെ 119 ഈ വിളങ്ങി വിശ്വംഭരൻ വിശ്വഭാവനൻ. ആ നമ്പർ കറക്റ്റ് ചെയ്താ. അമ്പാടിയിങ്കലേവർക്കും തങ്ങൾ തൻ പൈതൽ പോലവേ പാലും പഞ്ചാരയും മറ്റും പലതും നൽകി അങ്ങനെ പരബ്രഹ്മത്തിനെ കൊണ്ടു പാടുപാടി പൂഗോപികൾ. ഭഗവാൻ ആരാ? പരബ്രഹ്മാണ്. അവർക്കതറിയില്ല. അവർക്ക് നന്ദഗോപരുടെ മകൻ യശോദ, നമ്മുടെ കണ്ണിലുണ്ണി, നമ്മുടെ വീട്ടിലൊരു അംഗമാണ്. അതുകൊണ്ടാണ് എപ്പോൾ വേണമെങ്കിലും വരാം. എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതല്ല, ഭഗവാൻ എടുക്കാൻ വേണ്ടിയിട്ട് വെണ്ണയും പാലും സൂക്ഷിക്കാൻ തുടങ്ങിയ ആൾക്കാർ. അത്രയും തന്മയീഭാവം ഭവിച്ചു അവർ. സ്വന്തമായുള്ളവർക്കെല്ലാം സന്തോഷത്തെ വളർത്തുവാൻ ജ്ഞാനികൾക്കൊക്കെയും ഭക്തവശ്യൻ താനെന്നു കാട്ടുവാൻ. ഭഗവാനൊരു മോട്ടോ ഉണ്ട്. എന്താ മോട്ടോ? സ്വന്തമായുള്ളവർക്കെല്ലാം, ഭഗവാനോട് താല്പര്യമുള്ളവർക്കൊക്കെ സന്തോഷത്തെ വളർത്തുവാൻ ജ്ഞാനികൾക്കൊക്കെയും ഭക്തവശ്യൻ താനെന്നു കാട്ടുവാൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ സേവ ചെയ്യുന്ന ആളാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാക്കും ജ്ഞാനികൾക്ക്. ഭഗവാൻ സാക്ഷി മാത്രമാണ്. ആരും ഫോറും അല്ല എഗൻസ്റ്റും അല്ല. ആർക്കും ഭഗവാൻ എതിരല്ല, എന്നാൽ ഫേവറായിട്ടുമില്ല. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ ഗോപിമാർ തൻ കളിപ്പാവ പോലെ വിശ്വേശ്വരേശ്വരൻ വിളയാടുവതായി കണ്ടു വിസ്മയപ്പെട്ടു ദേവകൾ. ഈ വൃന്ദാവനത്തിൽ എന്തൊക്കെ കളികളാണ് നടക്കണതെന്ന് ഇങ്ങനെ ഉറ്റു നോക്കുമ്പോൾ അവർക്ക് ആശ്ചര്യം. ഈ ഭഗവാൻ ഗോപിമാർ തൻ കളിപ്പാവ പോലെ വിശ്വേശ്വരന്മാരിൽ ഈശ്വരൻ വിളയാടുവതായി കണ്ടു വിസ്മയപ്പെട്ടു ദേവകൾ. അതിൽ 22ാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോക. എന്താ? ആമട്ടിൽ കടലൊളി വർണ്ണനുണ്ണി. ആമട്ടിൽ കടൽ എന്ന് പറഞ്ഞാൽ വെള്ളം നിൽക്കുന്ന സ്ഥലമാണല്ലോ. നീലമേഘശ്യാമവർണ്ണനായിരിക്കുന്ന ഭഗവാൻ ദിവ്യപ്രേമത്തിൻ മധുരിമ നന്ദഗോകുലത്തിൽ കാമത്തിൻ കറകളവാൻ ആഗ്രഹാഭിലാഷങ്ങളാകുന്ന വൻ ചതികളിൽ കുടുങ്ങാതെ കണ്ട് എല്ലാവരെയും ഭക്തിയുടെ മാധ്യമത്തിൽ കൂടെ, ഭക്തിജ്ഞാന വിരാഗത്തിൽ കൂടെ ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് നയിക്കാൻ താല്പര്യമായിട്ടിരിക്കുന്നവൻ. പ്രേമത്തിൻ മധുരിമ നന്ദഗോകുലത്തിൽ കാമത്തിൽ കറകളവാൻ മനോജ്ഞലീലാ സാമർത്ഥ്യത്തിൽ തികവൊടു പെയ്തും മിന്നിമന്നിൽ. ഈ ഭൂമിയിൽ അദ്ദേഹം എന്തു ചെയ്തു? സാമർത്ഥ്യത്തികവോട് പെയ്തു മിന്നി മന്നിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗം 40ാം സർഗം അവിടെ കഴിഞ്ഞു.
ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ചത്വാരി സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉടനെ 41 സർഗം നമുക്ക് തുടങ്ങാം. ഫലവിക്രിയാണിയുടെ ഭാഗ്യം. അതായത് ഒരു ദിവസം ഒരു പ്രായമായിട്ടൊരു സ്ത്രീ തലയിൽ ഒരു കൊട്ടയ്ക്ക് വെച്ചിട്ട് ചില ഫലവർഗ്ഗങ്ങൾ വിൽക്കാൻ വരാം. അന്നത്തെ ദിവസം ആരും വാങ്ങിയിട്ടില്ല. വളരെ ക്ലേശത്തോടു കൂടി ഈ ഭാരം ചുമന്ന് നന്ദഗോപരുടെ പടിപ്പരയിലെത്തി. അപ്പോൾ ഭഗവാനെ കണ്ടു. ഭഗവാന് കാശില്ലാതെ കണ്ടെന്നൊരു ഫലം കൊടുത്തു എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അദ്ദേഹം പോയി തൻ്റെ കുഞ്ഞിക്കൈയിൽ കുറച്ച് ധാന്യം എടുത്ത് വഴുനീള വെതറി കയ്യിൽ നിന്ന് ഇദ്ദേഹം നടക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊർന്നു പോവാണ്. ചെറിയ കുട്ടിയില്ലേ. എത്ര ബാക്കിയുള്ളത് ആ കൊട്ടയിലിട്ടു. വീട്ടിൽ പോയി നോക്കുമ്പോൾ അതൊക്കെ പൊന്നാണയങ്ങളായിട്ട് മാറി. അവളുടെ ദാരിദ്ര്യം, ആ വൃദ്ധയുടെ ദാരിദ്ര്യം മാറിയെന്നാണ് കഥയുടെ ഇതിവൃത്തം. നമ്മൾക്ക് ഭഗവാൻ മോക്ഷത്തെ തരുന്നതായ പരാവിദ്യ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ലൗകികമായ നേട്ടങ്ങളൊന്നും നമുക്ക് വേണ്ട. അലൗകികമായ പ്രതിഭാസത്തിൻ്റെ നിറക്കുടമായിരിക്കുന്ന ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മളിലേക്ക് ചൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അസാധ്യമായിട്ടൊന്നേ ഉള്ളൂ, മുമുക്ഷുത്വം. അത് സാധ്യമായി തീരട്ടെ. ഉത്സാഹമോൾ തിങ്ങിടും മാറ് ഓതിനാൻ ബാദരായണി. വ്യാസർ പറയണു, ഉത്സാഹമുൾ തിങ്ങിടും മാറ് ഓതിനാൻ ബാദരായണി. കേട്ടാലും ശ്രീ പരീക്ഷിത്തെ മറ്റൊരത്ഭുത സംഭവം. വളരെ വളരെ അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് അതിനേക്കാൾ അത്ഭുതമായിട്ടുള്ളതെന്ന് കേട്ടോളൂ. അമ്പാടി തെരുവിൽ കൂടി ഒരേ ഏതോ തള്ള രാവിലെ പഴം വെറ്റുപജീവിക്കും പാവപ്പെട്ടവളാണവൾ. ഒരു പ്രിയാമ്പിൾ പറയാം. അമ്പാടി തെരുവിൽ കൂടി ഏതോ തള്ള രാവിലെ പഴം വെറ്റുപജീവിക്കും പാവപ്പെട്ടവളാണവൾ. കൊട്ടയും തലമേലേറ്റി വടിയും കുത്തി മെല്ലവേ നെല്ലിൻ കണക്കുൾ പൂവിലോർത്തുകൊണ്ടു നടക്കവേ. നെല്ലിൻ കണക്ക് ഉൾപ്പൂവിലോർത്ത് കൊണ്ടു നടക്കവേ. അവരവരുടെ വീട്ടിലേക്ക് പഷ്ണി മാറ്റാൻ എന്തെങ്കിലും കിട്ടിയാൽ തർക്കടില്ല എന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നെല്ല് കിട്ടിയാൽ തർക്കടില്ല. അതിനാണ് ഈ വിക്രീണി എന്നാണ് പറഞ്ഞത്. ഫലവിക്രീണി എന്നാണ്. ആ വിക്രീണി എന്ന് പറഞ്ഞാൽ വിക്രയം ചെയ്യുന്നവളെന്നർത്ഥം കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിനാൽ മുന്നിൽ കണ്ടാൾ ഈ മുകിൽ വർണ്ണനെ. നമ്മുടെയൊക്കെ കാര്യം എങ്ങനെയാണ്? ഭാഗവത സ്പർശം ഏൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു ഭാഗ്യമാണ്. അതൊന്ന് തുറന്ന് നോക്കി ഏതാനും ശ്ലോകങ്ങൾ പഠിക്കുക എന്നുള്ളത് അതിലേറെ ശ്രേഷ്ഠമാണ്. അത് നിത്യേന പറയാൻ സാധിക്കുക, നിത്യേന നിങ്ങൾ ശ്രവിക്കുക. ഇന്നെനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഒരു തുളസീദളം ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ശുദ്ധ മനസ്സ് എന്താണ് എന്നെക്കൊണ്ട് പറയാൻ സാധിക്കുക അത് പറയാന്നേ ഉള്ളൂ. അതിൻ്റെ മോണിറ്റൈസേഷൻ ആസ്പെക്റ്റിനെ പറ്റി ഐ ആം ലീസ്റ്റ് വറീഡ്. പിന്നെ എൻ്റെ പഴയ ഫോണ് അത് ടച്ച് സ്ക്രീനൊക്കെ പ്രവർത്തിക്കാതെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഈ മോണിറ്റൈസേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2023 ഏപ്രിലിൽ മോണിറ്റൈസേഷൻ തുടങ്ങി. പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ജനുവരിയോടുകൂടി 2024 ജനുവരിയോടുകൂടി മോണിറ്റൈസേഷൻ നമ്മൾ ഇത് ഓരോ എപ്പിസോഡ് എയർ ചെയ്യുമ്പോഴും മോണിറ്റൈസേഷൻ ഓൺ ചെയ്യണം. അതെങ്ങനെയോ ഓഫായിപ്പോയി. അതിപ്പോൾ ഞാൻ മിനിഞ്ഞാന്നാണ് അതിനെപ്പറ്റി ഞാൻ ബോധവാനായത്. അപ്പോൾ എൻ്റെ മോളുണ്ട് ഇവിടെ. അപ്പോൾ അവളോട് പറഞ്ഞു, അവളത് ഓണാക്കി തന്നപ്പോൾ ഇതുവരെ ജനുവരി മുതൽ ഇതുവരെ എത്ര എപ്പിസോഡുണ്ടോ അതൊന്നും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ യൂട്യൂബ് കാശ് കിട്ടി ഇതിനെപ്പറ്റി അറിയണ ആൾക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സഹായിച്ചാൽ തർക്കമില്ല എന്ന് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. എങ്ങനെയായാലും ഇന്നലെ മിന്നാന്നായിട്ട് മോണിറ്റൈസേഷൻ ഞാൻ ഓൺ ചെയ്യാൻ തുടങ്ങി. ഇന്ന് അറിയാതെ കണ്ട് പബ്ലിക് എന്നുള്ളതിന് പകരം പ്രൈവറ്റ് എന്ന്. അപ്പോൾ ആകെ 2 ആളെ കണ്ടുള്ളൂ.
കാലത്ത് 6:30-7 മണിക്ക് എയർ ചെയ്തിട്ട് അത് പബ്ലിക് ആവാത്തത് കാരണം 2 ആളെ കണ്ടുള്ളൂ. ഇത് ഞാൻ കണ്ടുപിടിക്കണത് എപ്പോഴാണ്? എനിക്ക് ഭയങ്കര വിഷമമായി. ഈ മോണിറ്റൈസേഷൻ വേണ്ടിയിരുന്നില്ലാതായി. മോണിറ്റൈസേഷൻ തുടങ്ങി ഒരു ദിവസം ആകുമ്പോഴേക്കും വ്യൂവർഷിപ്പ് 2 ആളാവുക എന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം നോണ്ടി അത് പബ്ലിക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ സ്മാർട്ടല്ല ഞാൻ, പക്ഷേ ഭാഗവതം പറയാൻ ഭഗവാൻ എനിക്ക് കുറച്ച് സ്മാർട്ട്നെസ് തന്ന് അനുഗ്രഹിക്കണം. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കണമെന്ന് മാത്രം. അപ്പോൾ എന്താ ഇവിടെ ഫലവിക്രീനയുടെ കാര്യം പോലെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം. ഞാൻ ഏതാനും നെൽമണികളെ പോലെ വിജ്ഞാനം ഭഗവാൻ തന്നാൽ അത് നിത്യജീവിതത്തിലുള്ള ഹർഡിൽസുകൾ തരണം ചെയ്യാൻ ഉപകാരമായി തീർന്നിട്ടുണ്ട് എനിക്ക്. അതിന് നന്ദി പ്രകടിപ്പിക്കാമെന്നല്ലാണ്ട് എനിക്ക് ഒന്നും ഒരാഗ്രഹമില്ല. കാരണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ തന്നെ എൻ്റെ മുമ്പിൽ പലവരേനും കൊണ്ടു നിർത്തി എൻ്റെ പോരാത്ത സമയത്ത് കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിക്രീണി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ കണ്ട് ആനന്ദക്കണ്ണീരാണോ ഒന്നും എനിക്ക് പറയാൻ വയ്യ മനുഷ്യയിലേ. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ, എന്തോ ഭാഗ്യത്തിനാൽ മുന്നിൽ കണ്ടാൾ ഈ മുകിൽ വർണ്ണനെ. ഇതാണ് എൻ്റെ അവസ്ഥ. ഭഗവാനെ നിത്യം പരിചയപ്പെടുകയാണ് ഞാൻ ഈ വാക്കുകളെ കൊണ്ട്. എന്തോ ഭാഗ്യത്തിനാൽ മുന്നിൽ കണ്ടാൾ ഈ മുകിൽ വർണ്ണനെ, പിൻകഴുത്തോളവും തൂങ്ങിക്കിടക്കും ഗുണകുന്തളം. ഭഗവാൻ കുട്ടിയാണെങ്കിലും കഴുത്ത് വരെ അങ്ങനെ സ്പ്രിങ് മാതിരി നീല കാർകുന്തളം പുറത്തു പൊൻപുലി നഖച്ചാർത്തിൻ ചോന്ന പൊടിപ്പുകൾ. പുറത്ത് പൊൻപുലി നഖച്ചാർത്തിൻ ചോന്നപ്പൊടിപ്പുകൾ, അതായത് ചുവന്ന നിറം, ചോന്നാന്നേ ഉള്ളൂ, അത് മതി, ചുവന്നാന്ന് വേണ്ട. അരയ്ക്ക് അരമണി കൂട്ടം കിലുങ്ങിയിടുന്നു കിങ്ങിണി, ഭഗവാന്റെ കിങ്ങിണി. പിന്നെയോ മുട്ടോളം ഞാനിടും പട്ടുകോണകത്തിൻ്റെ വാലുമായി. പിൻഭാഗത്ത് കോണകത്തിൻ്റെ വാല് മുട്ടോളം ഞാൻ കിടക്കണമെന്നാണ് പറഞ്ഞത്. ഓടും കിടാവിനെ കണ്ടു കൗതുകം സഹിയാഞ്ഞവൾ വിളിച്ചോതിടിനാൾ വീണ്ടും വീണ്ടും ഉച്ചത്തിലിങ്ങനെ, പഴം വേണോ കിടാവിന് നന്നായി മധുരിപ്പതാം. എന്താ പറയാ, ഭഗവാനെ വിളിച്ച് പറയാണ്, ഭഗവാൻ അല്ല ഉണ്ണിക്കണ്ണ, ഇതാ മധുരിക്കുന്ന ഏതാനും ഫലങ്ങളുണ്ട്, കൊട്ടേൽ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. വാങ്ങിക്കോളൂ എന്നല്ല, എടുത്തോളൂ, ഞാൻ തരാം, എടുത്തോളൂ. അതാണ് നിഷ്കാമകർമ്മം. ആ നിഷ്കാമകർമ്മത്തിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നിഷ്കാമകർമ്മം ചെയ്താൽ എന്താണ് ഗുണം. പലവർക്കും ഇത് അറിയണില്ല. അതുകൊണ്ടാണ് അവർ നിഷ്കാമമായിട്ട് അവർ ചെയ്യണില്ല. എന്താ വിളിച്ചോതിടിനാൾ വീണ്ടും വീണ്ടും ഉച്ചത്തിലിങ്ങനെ, പഴം വേണോ കിടാവിന് നന്നായി മധുരിപ്പതാം. തിരിഞ്ഞു നോക്കി ഞാൻ ഉണ്ണി ശരചന്ദ്രനിഭാനനൻ പൂർണ്ണ ചന്ദ്രനെ വെല്ലുന്ന മുഖകാന്തിയോടുകൂടി മന്ദസ്മിതത്തെ തൂകിക്കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരെയും മയക്കുന്ന മായയുടെ അധിപനായിരിക്കുന്ന ആ ഭഗവാൻ ആ കളവീനൊന്ന് നോക്കി. തിരിഞ്ഞു നോക്കി ഞാൻ ഉണ്ണി ശരശ്ചന്ദ്രനിഭാനനൻ, വേണമെന്നുര ചെയ്തും കൊണ്ട് ഓടി തൻ വീട്ടിലേക്കുടൻ. വേണം, എനിക്ക് പഴം വേണം, ഞാനിതാ വരണോ, വെയിറ്റ് ചെയ്യൂ. വീട്ടിലേക്ക് ഓടി തൻ വീട്ടിലേക്കുടൻ. തന്നെയും പഴവും സർവം മറന്ന് ആ ഭാഗ്യശാലിനി, എന്താ പറയുക, പ്രായം കൂടിയിട്ടുള്ള സ്ത്രീയുടെ അവസ്ഥ എന്താ? തന്നെയും പഴവും സർവം മറന്ന് ആ ഭാഗ്യശാലിനി, ഓർത്താൾ ഇന്നോളം ഈ മട്ടഴകുള്ള കിടാവിന്. ഇങ്ങനെ ഒരു സുന്ദര കുട്ടപ്പനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സൗന്ദര്യത്തിന് അർത്ഥം ഉണ്ടെങ്കിൽ ഇതാണ് സൗന്ദര്യം, ഇതാണ് സുന്ദരൻ. മന്മഥ എന്ന പേരിന് എന്താ പറയാ, സ്ഥായിയായിട്ടുള്ള അവസ്ഥ അറിയണോ? ഈ കുട്ടീനെ കാണണം, മനസ്സിൽ കണ്ടുകൂടെ നമുക്ക്?
ഓർത്താളിന്നോളം ഈ മറ്റൊരഴുകുള്ള കിടാവിനെ കണ്ടിട്ടില്ല എങ്ങും എങ്ങെങ്ങും കണ്ണിൻ ഫലം മണഞ്ഞു ഞാൻ. എനിക്ക് കണ്ണുകളുണ്ടായതിനുള്ള ഫലം ഞാൻ ഇന്ന് അനുഭവിച്ചു. എനിക്ക് ഈ ഉണ്ണിതൻ കൊച്ചു തൃക്കൈയിൽ ഇവയൊക്കെയും എടുത്തെടുത്ത് വെച്ചിടാൻ കഴിഞ്ഞെങ്കിൽ അതിൽ പരം സാധിച്ചിടേണ്ടതായൊന്നും തന്നെയില്ല ഇനി മന്നിതിൽ. എന്താ പറഞ്ഞത്? ആ കൊച്ചു കയ്യിൽ ഈ കൊട്ടയിലുള്ള ഓരോ പഴങ്ങളും വെച്ച്, ഒരു കയ്യിൽ ഒരു പഴം നിൽക്കുള്ളൂ, ആയിക്കോട്ടെ, അത് വാങ്ങിയ കുട്ടി ഒരു ഭാഗത്ത് വയ്ക്കൂലോ, ആ കയ്യെ ഫ്രീ ആയ പിന്നും വയ്ക്കുക. ഈ കൊട്ടയിലുള്ള പഴങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആ ഉണ്ണിക്കൈയിൽ വെച്ച് എനിക്ക് നിർവൃതി അടയണം എന്നൊരു ആഗ്രഹം ആ വൃദ്ധയുടെ മനസ്സിൽ. കണ്ടിട്ടില്ല എങ്ങും എങ്ങെങ്ങും കണ്ണിൻ ഫലം അണഞ്ഞു ഞാൻ. എനിക്ക് ഈ ഉണ്ണിതൻ കൊച്ചു തൃക്കൈയിൽ ഇവയൊക്കെയും എടുത്തെടുത്തു വെച്ചിടാൻ കഴിഞ്ഞെങ്കിൽ അതിൽ പരം സാധിച്ചിടേണ്ടതായൊന്നും തന്നെയില്ല ഇനി മന്നിതിൽ. ഈ ഭൂമിയിൽ എനിക്ക് ഒരു കർമ്മം ഇനി ചെയ്യാനില്ല. ഇന്ന് എൻ കണിഫലം നന്നായി തീർന്നു ദൈവം കൃപാനിധി. ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് മനസ്സ് തട്ടട്ടെ. എന്താ? ഇന്ന് എൻ ഫലം നന്നായി തീർത്തു ദൈവം കൃപാനിധി. എന്നപ്പോൾ സത്യത്തിൽ ഇവിടെ വല്ലതും കിട്ടിയോ? ഇല്ല. കാണേണ്ടവനെ കണ്ടു, കൊടുക്കേണ്ടതിനെ പറ്റി ആ സ്ത്രീ മനസ്സിൽ കൽപ്പിച്ചു, അതിന് ഫലമായി. അതേപോലെ നമ്മളും നന്മ ചെയ്യാൻ സാധിക്കണേ ഭഗവാനെ എന്നൊന്ന് ആർത്തനാദം മുഴക്കി, സൽബുദ്ധി തരണേ, നല്ല വഴി തരണേ, നല്ല ബുദ്ധി തരണേ, മരണം വരെ മറ്റുള്ളവർക്ക് സേവ ചെയ്യണേ, അത് നിഷ്കാമായിരിക്കണേ. കാരണം ക്രയവിക്രയമായാൽ കടാണ്, പിന്നെ ബാക്കിയോ. ഈ വണ്ണം മെല്ലെ ഓതിക്കൊണ്ട് ഉൾപൂവിൽ അളിവർണ്ണനെ, തൻ്റെ മനസ്സിൽ ആ കൃപാകടാക്ഷം ചൊരിഞ്ഞിരിക്കുന്ന ആ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചു. ഓർത്താൽ പിന്നീടും ആ ധന്യമല്ലേ വെച്ചൊല്ലി ഇങ്ങനെ വീണ്ടും മനസ്സിലിങ്ങനെ ആത്മകഥം ചെയ്തു. ഏതാണി കണ്ടതാം ഉണ്ണി തമ്പുരാൻ വാഴുവതാമിടം. അതാണ് ശരിക്കുള്ളത്. എന്താ? ഏതാണ് ഈ കണ്ടതാം ഉണ്ണിത്തമ്പുരാൻ വാഴ്വതാമിടം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവരവരുടെ മനസ്സ് എന്നല്ലാണ്ട് വൈകുണ്ഠമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതാണ് ഈ കണ്ടതാം ഉണ്ണിത്തമ്പുരാൻ വാഴ്വതാമിടം? ആരാ ഭഗവാൻ? നമ്മുടെ തമ്പുരാനാണ്. അപ്പോഴാണ് ഭക്തദാസൻ, ദാസത്വം, ദാസൻ, ഹരിദാസൻ, ഹരിയുടെ ദാസനാവണമെന്നുണ്ടെങ്കിൽ, ഭക്തന്മാരുടെ ദാസനാവണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കണം. ഭഗവാനെ എവിടെ കാണണം? അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ കാണണം, അവരവരുടെ പ്രതിനിധിയായിട്ട്. എൻ്റെ കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും എൻ്റെ മനസ്സും എൻ്റെ കർമ്മങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ആ കരുണാവാരിധി എവിടെ ഇരിക്കണത്? എൻ്റെ മനസ്സിലാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതാണ് ഈ കണ്ടതാം ഉണ്ണിത്തമ്പുരാൻ വാഴുവതാമിടം, അടുത്തു ചെന്ന് ചോദിപ്പാൻ പാടില്ലല്ലോ പുളിന്തി ഞാൻ ആരാ? ഒരു വൃദ്ധ. മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടി പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന ഒരാൾ. ഞാൻ എത്ര എന്താ പറയാം, പതിതെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അടുത്തു ചെന്നു ചോദിപ്പാൻ പാടില്ലല്ലോ പുളിന്തി ഞാൻ, പഴക്കൊട്ടയം ഏറ്റിക്കൊണ്ടങ്ങുമെങ്ങും നടക്കുവാൻ ആവില്ല എന്നോട് നേരിട്ട് വേണം എന്നുരചകയാൽ. എനിക്ക് വേണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കോളടിച്ചതാ. ഇത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞുല്ലോ, ഞാൻ ധന്യായി. ആവില്ല എന്നോട് നേരിട്ട് വേണമെന്നുരചകയാൽ ഇവിടെ തന്നെ നിൽക്കും ഞാൻ കുഞ്ഞിനെ കാണുവോളവും. എന്തപ്പോൾ മനസ്സിലായത്? എനിക്ക് ഈ കൊട്ടയം എടുത്തിട്ട് ആ കുട്ടി പോയ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ സാധാരണക്കാരിയല്ലേ, ഈ തമ്പുരാൻ്റെ വീട്ടിലേക്ക് ഞാനെങ്ങനെ പോവുക? എന്നാൽ
എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിയിട്ടുണ്ടല്ലോ, അയാൾ പുറത്ത് വന്ന് എൻ്റെ അടുത്തുനിന്ന് പഴം വാങ്ങാതെ കണ്ടിരിക്കില്ല. അതുവരെ ഞാനിവിടെ നിൽക്കും. ആ ആത്മസമർപ്പണം, ആത്മാവിൻ്റെ വീര്യം, ടിൽ ദി റിസൾട്ട് കംസ്. അതാണ് ഈ തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ചിട്ട് ജീവിക്കണം നമ്മൾ. അത് ഭഗവാൻ കൃതാർത്ഥതയോടുകൂടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇവിടെ തന്നെ നിൽക്കും ഞാൻ കുഞ്ഞിനെ കാണുവോളവും വേണം എന്നുര ചെയ്തുള്ളോരാ മനോഹരമാം മൊഴി. ആ ഒരു വാക്കെന്നെ ഞാൻ അനുസന്ധാനം ചെയ്യാണ്. ആ ശബ്ദം എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണു. ആ സൗന്ദര്യം വഴിയുന്നതായ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, പഴവർഗ്ഗങ്ങൾ എനിക്ക് വേണം, വേണമെന്നുര ചെയ്തുള്ളോരാ മനോഹരമാം മൊഴി. മാറില്ല എന്മട്ടും അപ്പൈതൽ ഉറപ്പാണില്ല സംശയം. ഞാൻ രക്ഷപ്പെട്ടു തന്നെ പറഞ്ഞതേ. മാറില്ല എമ്മട്ടും അപ്പൈതൽ ഉറപ്പാണില്ല സംശയം. അതാ വരുന്നു കാർവർണ്ണൻ കമനീയ മൃദുസ്മിതൻ. ഇതിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അതാ വരുന്നു, അതാ വരുന്നു കാർവർണ്ണൻ കമനീയ മൃദുസ്മിതൻ. തൃക്കൈയിൽ നെല്ലുമായി തള്ളക്കുടൽ കോരിത്തരിച്ചുപോയി. തൃക്കൈയിൽ നെല്ലുമായി തള്ളയ്ക്ക് ഉടൽ കോരിത്തരിച്ചുപോയി. ഇന്ന് വരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. കയ്യിൽ ഏതാനും മണി നെല്ലുകളായിട്ട് എന്നെ തന്നെ വിലക്കെടുത്ത് എനിക്ക് മോക്ഷത്തെ തരാനുള്ള ഉത്കണ്ഠയോടുകൂടി വരുന്നു. ഇതാണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. അതാ വരുന്നു കാർവർണ്ണൻ കമനീയ മൃദുസ്മിതൻ. തൃക്കയിൽ നെല്ലുമായി തള്ളക്കുടൽ കോരിത്തരിച്ചുപോയി. പരമാനന്ദ വിവശ പഴക്കൊട്ടയിറക്കിനാൾ. തലയിൽ വെച്ചും കൊണ്ടിരിക്കുന്ന പഴക്കോട്ടേനെ ഇറക്കി. എങ്ങനെ? പരമാനന്ദ വിവശ, പരമാനന്ദത്തിൽ വിവശയായിട്ടുള്ളവൾ. പഴക്കൊട്ടയിറക്കിനാൾ. 4-5 നെല്ലിൻമണിയും അതിലേക്ക് കുടഞ്ഞുടൻ. ഭഗവാൻ ആ തൃക്കൈയിലുള്ള ഏതാനും നെൽമണികൾ ആ കൊട്ടയിൽ എത്തത്തക്ക വിധത്തിൽ തൻ്റെ കൈ കുടഞ്ഞു. ഇനി ആ തള്ളയ്ക്ക് വേറെ കുചേലിനേക്കാൾ എന്താ പറയുക, കുചേലിന് കൊടുത്തിട്ടുള്ളതിനേക്കാൾ മേലെ മോക്ഷത്തെ കൊടുത്തു എന്ന് തന്നെ അർത്ഥേ. കയ്യിൽ പരമാനന്ദ വിവിശ പഴക്കൊട്ട ഇറക്കിനാൾ. 4-5 നെല്ലിൻമണിയും അതിലേക്ക് കുടഞ്ഞുടൻ. ഹരേ ഹരേ എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ണിക്കൈകൾ മലർത്തി തൻ മുമ്പാകെ അഖിലേശ്വരൻ. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ തന്നു, ഇനി ആ പഴങ്ങൾ ഇങ്ങോട്ട് തരാ. ഉണ്ണിക്കൈകൾ മലർത്തി തൻ മുമ്പാകെ അഖിലേശ്വരൻ. അമ്പാൽ പഴങ്ങൾ ഓരോന്നും നോക്കി എങ്ങനെ നിൽക്കവേ. സ്നേഹമസൃണമായ ഭാഷയിൽ ഓരോ പഴങ്ങളിലും അദ്ദേഹത്തിൻ്റെ കടാക്ഷം, അദ്ദേഹത്തിൻ്റെ ആ കൃപാകടാക്ഷം ഓരോ പഴത്തിലും. അതാണ് ഇനി ഭഗവാൻ സേവിക്കുന്നത്. ഭഗവാൻ എടുത്തു കൊടുക്കുകയാണ് ഇനി. പറഞ്ഞില്ലേ? ഉണ്ണിക്കൈകൾ മലർത്തി തൻ മുമ്പാകെ അഖിലേശ്വരൻ. അമ്പാൽ പഴങ്ങൾ ഓരോന്നും നോക്കി അങ്ങനെ നിൽക്കവേ. പൊന്നിൻ വളകിലങ്ങിടും മോമന കൊച്ചു കൈകളിൽ എടുത്തെടുത്ത് വെച്ചാൽ തന്നിഷ്ടം പോലെ അവൾ ആവതും. ഓരോ പഴങ്ങൾ ഇങ്ങനെ ഭഗവാന്റെ തൃക്കൈയിൽ ഇങ്ങനെ വെച്ച് അനുഭവിച്ചു. ഭഗവാനെ അനുമോദിച്ചു, ഭഗവാനെ അനുഭവിക്കുകയാണ്. അമ്പാൽ പഴങ്ങളോരോന്നും നോക്കി അങ്ങനെ നിൽക്കവേ. പൊന്നിൻ വളകിലെങ്ങിടും ഓമന കൊച്ചുകൈകളിൽ എടുത്തെടുത്തു വെച്ചാൽ തന്നിഷ്ടം പോലെ തന്നിഷ്ടം പോൽ അവൾ ആവതും, ആവുന്ന പോലെ. യോഗീന്ദ്രർ പോലും മുൾപൂവിലോർക്കും തൻ തൃക്കടാക്ഷവും. ഈ ഭഗവാന്റെ തൃക്കടാക്ഷം യോഗീശ്വരന്മാർ അനവരതം തപസ് ചെയ്തിട്ട് എപ്പോഴാണ് കിട്ടാതിരിക്കുമ്പോഴാണ് ഇവിടെ സുലഭമായിട്ട് എനിക്ക് പഴം വേണം, ഇതാ വരണു എന്ന് പറഞ്ഞ് തൻ്റെ ഗൃഹത്തിൽ പോയി തൻ്റെ കയ്യിൽ കൊള്ളാവുന്ന അത്ര ധാന്യങ്ങളായിട്ട് ആ വൃദ്ധയുടെ കൊട്ടയിലേക്ക് ഇങ്ങനെ കുടഞ്ഞ് കെട്ടോട് കൂടിയിട്ട് തള്ള ആരായി എന്നാണ് ഉള്ളത്?
ഒരു തള്ളം മഹാലക്ഷ്മി തള്ളായി എന്താണ്ടെങ്കിലും ഉണ്ടാവുക. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ ഒരു മടിയില്ല. അത് വാങ്ങാൻ നമ്മൾ പാത്രീഭൂതരാവണം. എങ്ങനെ? ഭക്തിയുടെ മാധ്യമത്തിൽ. ഇപ്പോൾ എൻ്റെ ബോംബെയിലുള്ള ചേച്ചി പിന്നെ ഹരിദാസ്, ഇങ്ങനെ രണ്ടാൾക്കാർക്ക് എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയാം. എൻ്റെ മകൻ ഡെൻമാർക്കിൽ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യാണ്, എന്താ അയാളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാവും. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് കഴിഞ്ഞാൽ അയാളാവും. 2003 മാർച്ചിൽ അയാൾ റിസർച്ചർ പോസ്റ്റിൽ കയറി. റിസർച്ചർ ഈസ് ഈക്വാലന്റ് ടു അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഇപ്പോൾ അയാൾ വരുന്നതിൻ്റെ മുമ്പ് അയാൾക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തു. 2024 ജൂൺ 1 മുതൽക്ക് താൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ കുരുവമ്പലത്ത് തട്ടിക്കൂട്ടിയിട്ടൊരു സ്റ്റുഡിയോ റൂമിൽ, ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന ഈ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക. ബാക്കി കാര്യമൊക്കെ അദ്ദേഹം നോക്കി. അപ്പം അയാൾ ലീവ് കഴിഞ്ഞ് ഇന്ന് മടങ്ങിപ്പോയി. അവിടെ സെപ്റ്റംബർ 3 തൊട്ട് സെമസ്റ്റർ തുടങ്ങുകയാണ്. ഹി വിൽ ബി എന്താണെന്നാ പറയുക, ടേക്കിംഗ് എ ക്ലാസ് ടു ദി മാസ്റ്റേഴ്സ്. അപ്പോൾ ഭഗവാന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ ഭഗവാനെ ഉൾക്കൊള്ളാവുന്ന ഒരു ക്യാരക്ടറായിട്ട് ഭഗവാനെ കൈവിടരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഗീന്ദ്രർ പോലും ഉൾപ്പൂവിലോർക്കും തൻ തൃക്കടാക്ഷവും ചിന്മയ സ്പർശവും പൂണ്ടു തള്ളയ്ക്ക് ആനന്ദവായ്പിനാൽ ഓമൽ തൃക്കൈയിൽ 7-8 കണ്ണീർ തുള്ളികളുറ്റവേ. ഭഗവാന്റെ കയ്യിലേക്ക് ആ വൃദ്ധയുടെ കണ്ണിൽ നിന്ന് ആനന്ദാനുഭൂതി അനുഭവിക്കുന്ന രസം ഒരു 7-8 തുള്ളി കണ്ണുനീര് വീണു എന്നാണ് പറഞ്ഞത്. ഓമൽ തൃക്കൈയിൽ 7-8 കണ്ണീർ തുള്ളികളുറ്റവേ, നിനക്കിതിന്നു വിലയായേ കണ്ടതിനി എന്തു ഞാൻ. നിൻ്റെ ഭക്തിക്ക് ഇനി ഞാൻ എന്ത് വില തരണം? നിനക്ക് ഇതിന് വിലയായി ഏകേണ്ടത് ഇനി എന്തു ഞാൻ. ചോദിക്കേ ചൊല്ലിനാൾ എൻ്റെ ജന്മം സഫലമാകയാൽ കുഞ്ഞിൻ്റെ ഓർമ്മയെ തള്ളക്കേകേണ്ടു തമ്പുരാനിനി. തള്ള എന്താ പറഞ്ഞത്? എനിക്ക് വീട് വേണം പറഞ്ഞോ, എനിക്ക് കാറ് വേണമെന്ന് പറഞ്ഞോ, എനിക്ക് ബാങ്ക് ബാലൻസ് വേണമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കില്ല. എന്തേ വേണ്ടു? കുഞ്ഞിൻ്റെ ഈ ഓർമ്മയെ തള്ളക്കേകേണ്ടു. അങ്ങയുടെ മനസ്സിൽ എന്നെ ഓർമ്മിച്ചാൽ മതി. ഭക്തന്മാരുടെ അഭിലാഷം എന്താ? ഭഗവാന്റെ ഭക്തനാണെന്ന് ഭഗവാൻ ഒന്ന് മൂളിയാൽ മതി. അത് അനുഭൂതിയിൽ കിട്ടുന്ന ഒരു സന്ദേശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ജന്മം സഫലമാകയാൽ കുഞ്ഞിൻ്റെ ഓർമ്മയെ തള്ളക്കേകേണ്ടു. എനിക്ക് അങ്ങനെ സദാസമയത്തും സ്മരിക്കാൻ സാധിച്ചാൽ മതി. ഭഗവാനെ, ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും അങ്ങയെ മനസ്സിൽ സ്മരിക്കാനുള്ള ഒരു വൈഭവം അങ്ങ് തന്നാൽ മതി. ഇതൊരു 8, 10, 12 വയസ്സിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേവരെയുള്ള ജീവിതം എന്തായേനെ? നോക്കൂ, ഞാൻ IIT-യിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫറായിട്ട് കയറിയ ആളാണ്. 95-ൽ ഞാൻ എൻ്റെ കാരണവരെ കണ്ട ഉപദേശം കിട്ടുന്ന സമയത്ത് എന്നെ ക്ലാസ് 1 ഓഫീസറായിട്ട് സെലക്ട് ചെയ്യേണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്ത ആളാണ് ഞാൻ. കാരണം എന്താ? ഈ ഒരു സബ്ജക്റ്റിനോടുള്ള തേട്ടി വരുന്ന താല്പര്യം, അത് സാധൂകരിക്കാൻ സമയമൊക്കെ മാറ്റി വാങ്ങി ബോംബെയിലുള്ള ക്ഷേത്രങ്ങളിൽ അവിടെയും ഇവിടെയൊക്കെ ദീപാരാധനയ്ക്ക് ശേഷം ഒരു പ്രഭാഷണം കിട്ടിയാൽ വെച്ച് താങ്ങുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കർക്കിടക മാസമാണല്ലോ. 8 കൊല്ലം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ദോംബിവിലി പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണം പറഞ്ഞിട്ടുണ്ട്, അധ്യാത്മ രാമായണം പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഓർമ്മയെ തള്ളയ്ക്കേണ്ടു തമ്പുരാനിനി പഴങ്ങളും എടുത്തും കൊണ്ട് ഇളം പുഞ്ചിരിയാർന്നുടൻ പൊൻചിലമ്പും കിലുക്കിക്കൊണ്ടെഴുന്നള്ളി മനോഹരൻ. വീട്ടിലേക്ക് തിരിച്ചു പോയി അദ്ദേഹം. ആ മട്ടിൽ ആ ബാലകൃഷ്ണൻ ഉള്ളിൽ മിന്നിക്കളിക്കവേ. ബാലകൃഷ്ണൻ മിന്നിക്കളിക്കവേ എന്നുള്ളത് ഞാൻ തിരുത്തിയതാ. നമ്പർ 121 മനസ്സിലായില്ലേ? അപ്പോൾ ആ മട്ടിൽ ആ ബാലകൃഷ്ണൻ ഉള്ളിൽ മിന്നിക്കളിക്കവേ വലിച്ചെറിഞ്ഞാൽ വടി ഉത്സാഹത്താൽ വയോധിക. ഇപ്പം എന്താ മനസ്സിലായത്? അതുവരെ വടികുത്തി വന്നവൾ വടി വലിച്ചെറിഞ്ഞു, 2 കൈയും വീശി നടക്കാൻ തുടങ്ങി. കൊട്ട ഫ്രീ ആയല്ലോ, ആ 5 മണി ഉണ്ട് ഇട്ടതില്ലേ, അത് തലയിൽ വെച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിച്ച് കൈ വീശി നടക്കാൻ തുടങ്ങിയതാ. വലിച്ചെറിഞ്ഞാൽ വടി അന്ന് ഉത്സാഹത്താൽ വയോധിക. ഈ ഉത്സാഹം ലഭതേ കാര്യം. വടി കുത്തണം എന്നുള്ളത് ശരിയാണ്, പക്ഷെ വടി വലിച്ചെറിയുന്നൊരവസരമുണ്ട്. കനത്ത ഭക്തിയാൽ ഉള്ളിൽ അറിഞ്ഞില്ലവ. കനത്ത ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാലയ പർവ്വതത്തിനെ പൊന്തിക്കാം. രാവണന് മാത്രമല്ല പർവ്വതം അമ്മാടാൻ പറ്റുള്ളൂ, നമുക്കും പറ്റും. ഭക്തി ആവേശം വന്നാൽ ഹിമാലയ പർവ്വതം, ആൽപ്സ് പർവ്വതനിരകളൊന്നുമില്ല. ജീവിതത്തിനെ പന്താടാൻ സാധിപ്പിക്കുന്ന ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. നമ്മൾ ഓരോരുത്തരും വന്ന വഴി ഭഗവാന്റെ അനുഗ്രഹാസില്ലെങ്കിൽ എന്താ നമ്മളെ കൊണ്ട് സാധിക്കുക? ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കനത്ത ഭക്തിയാൽ ഉള്ളിൽ അറിഞ്ഞില്ലവൾ എത്രയും കണക്കില്ലാതെ നെൽക്കൂട്ടം കനത്തൊരു ലേശവും. ഈ 4-5 മണി കുറഞ്ഞത് പെരുത്ത് വരികയാണ്. പെരുത്ത് 100 ഇരട്ടി, 1000 ഇരട്ടി. നിങ്ങൾക്ക് സംഖ്യയിൽ എത്ര പറയാൻ പറ്റും? അത്ര ഇരട്ടി പെരുത്ത് വരിക. അതിൻ്റെ വെയിറ്റൊന്നും അറിയണില്ല. കാരണം എന്താ? ഭഗവാന്റെ കടാക്ഷം. കനത്ത ഭക്തിയാൽ ഉള്ളിൽ അറിഞ്ഞില്ലവൾ എത്രയും കണക്കില്ലാതെ നെൽക്കൂട്ട കനത്തതൊരു ലേശവും. കുടിലിൽ ചെന്ന് തൻ കൊട്ട കണ്ടു രത്നസമൃദ്ധമായി. വീട്ടിലെത്തി കൊട്ട ഇറക്കി നോക്കുമ്പോൾ നെല്ലല്ല, അതിൽ രത്നങ്ങൾ. കൊട്ട നിറയെ രത്നങ്ങൾ. കുടിലിൽ ചെന്നു തൻ കൊട്ട കണ്ടു രത്നസമൃദ്ധമായി. ഓർത്താൽ അത് അഖിലേശൻ്റെ മഹാകാരുണ്യ ചിഹ്നമായി, കാരുണ്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് മനസ്സിലാക്കിയത്. തെളിഞ്ഞു തേൻ ചിന്നിയ വാക്കുകൊണ്ടും. നമ്മൾ ഓരോ സമയത്തും ഉരുവിടുന്ന വാക്കുകൾ എങ്ങനെയാവണം? മധുരമുള്ളതായിരിക്കണം. കേൾക്കുന്നവർക്ക് മധുരമായിട്ട് തോന്നണം. തെളിഞ്ഞു തേൻ ചിന്നിയ വാക്കുകൊണ്ടും കുളിർത്ത പാൽ പുഞ്ചിരി വായ്പ കൊണ്ടും. ഭഗവാന്റെ മുഖത്തുനിന്ന് വീണിട്ടുള്ള മൊഴികൾ തേന് ഊറിയിട്ടുള്ളതാണ്. പിന്നെ മുഖത്തുള്ള പുഞ്ചിരി, പാൽപുഞ്ചിരി വായ്പ കൊണ്ടും. പൊളിന്തിയിൽ പോലും അലിഞ്ഞുകൊണ്ടേ വിളങ്ങിനാനങ്ങിന് വിശ്വനാഥൻ. ആരാണ് അനുഗ്രഹിക്കുന്നത് നമ്മളെ? വിശ്വനാഥൻ, വിശ്വത്തിൻ്റെ നാഥൻ, വിശ്വത്തിൻ്റെ നിയാമകനും നിയന്ത്രിതനുമായിരിക്കുന്ന ആ ഭഗവാൻ അവരവരുടെ ഉള്ളിലിരുന്ന് ആനന്ദാനുഭൂതി അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തൃക്കാലടികളിൽ നമസ്കരിക്കാൻ എന്തിനാ വഴുകണത്? നമസ്കരിക്കണേ, ഭഗവാനെ നമസ്കരിക്കുക. അഞ്ജലീബന്ധം ചെയ്ത് തലയ്ക്ക് മുകളിൽ കയ്യെ കെട്ടി, കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ ഭഗവാനെ എന്ന് ആർത്തനാദം മുഴക്കി വീണ് നമസ്കരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകചത്വാരി സംസർഗ. അങ്ങനെ 41-ാമത്തെ അധ്യായവും ഭഗവാന് സമർപ്പിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.